ജൂൺ 13, 14, 15 തീയതികളിലായിരുന്നു അടിമാലിയിൽ ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നു വന്നിരുന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി അടിമാലി കാംഗോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരക്കണക്കിന് യുവജനങ്ങളാണ് പങ്കെടുത്തത്. പൊതുസമ്മേളനം മുൻ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഒരു ധവളപത്രം അവതരിപ്പിച്ചു. കടമാകെ പ്രശ്നം എല്ലാം തകരാൻ പോടും എന്ന പ്രസംഗം ആ ഖജനാവ് വെച്ചിട്ടല്ലേ ഈ 10 വർഷം ഒരു ദിവസം പോലും കേരളത്തിൽ ഒരാൾക്കും ശമ്പളം മുടങ്ങാത്ത രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ കടമെല്ലാമുള്ള സംവിധാനം വെച്ചിട്ടല്ലേ ഈ ജില്ലയ്ക്കകത്ത് ഉൾപ്പെടെ ഈ റോഡുകൾ എത്രയോ വലിയ മികച്ച രൂപത്തിലേക്ക് നിർമ്മിച്ച് പൂർത്തീകരിച്ചത്. ആ കടമുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ആ ഖജനാവ് ഉള്ളപ്പോൾ തന്നെയല്ലേ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, ജില്ലാശുപത്രി എല്ലാ സംവിധാനങ്ങളിലും എല്ലാ അത്യാധുനിക ചികിത്സയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. ഒന്നുമില്ല എന്ന് നിങ്ങൾ പറയുന്ന പൂത്ത് വിറ്റ് കിടന്നു എന്ന് പറഞ്ഞ ആ ഖജനാവിൽ നിന്ന് തന്നെയല്ലേ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് മുടക്കമില്ലാതെ വിതരണം ചെയ്തത്. പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ വിവിധ ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നുമായി നിരവധി യുവാക്കളാണ് പങ്കെടുത്തത്. 2 ദിവസമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ബി അനൂപ് പ്രസിഡന്റായും എസ് സുധീഷ് സെക്രട്ടറിയായും MS ശരത്തിനെ ട്രഷററായും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബി അനൂപ് അധ്യക്ഷനായിരുന്നു. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം MM മണി, S സുധീഷ്, MS ശരത്ത്, KV ശശി, TK ഷാജി, ചാണ്ടി P അലക്സാണ്ടർ, തേജസ് K ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള 1 മലയാളം, ഇടുക്കി.